السلام عليكم ورحمة الله. الحمد لله. السلام. الحمد لله الذي علم الإنسان ما لم يعلم. الصلاة والسلام على النبي الهدى وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري يسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഒരു 2 വർഷത്തോളമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സാറിന്റെ തന്നെ മുമ്പ് ഉള്ള ഒരു സെഷനില് ബാംഗ്ലൂർ വെച്ചിട്ട് മുമ്പ് ഒരു സെഷനിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഇതേ സംഭവം. സോ അന്ന് മുതലാണ് ആക്ച്വലി കൂടുതൽ എനിക്ക് ലൈഫിനോട് ഒത്തിരി എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നു തുടങ്ങിയത്. അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ എത്തുമ്പോൾ നമുക്ക് മീൻസ് എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ചില ചില കാര്യങ്ങളിൽ ഒട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ലൈഫ് ഭയങ്കരമായിട്ട് രസകരമാവാന് ഉസ്താദ് പറഞ്ഞു തന്ന ഒരു ടിപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാത്തിലും റബ്ബിനെ കാണാൻ പറ്റുക, എല്ലാത്തിലും പടച്ചോനെ കാണാൻ പറ്റുക എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ. നമുക്ക് ഭയങ്കരമായിട്ട് രസകരമായിട്ട് ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഒരു ചെറിയ എന്താ പറയാ, ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വന്നാൽ തന്നെ പടച്ചോൻ എന്തിനും എനിക്കിത് തന്നു എന്ന് തോന്നുന്നതിന് പകരം യെസ് സംതിങ് ഈസ് ബെറ്റർ ടു കം, എന്തോ ഒരു നല്ലത് വരാനുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകും. അപ്പോ ഏത് ചെറിയ കാര്യങ്ങളിലും റബ്ബിനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര രസകരമായിട്ട് പോകും. ഓഫ് കോഴ്സ് നമുക്കതൊരു എന്താ പറയാ, ആ ഒരു സക്സസ് എന്നുള്ള ആ ഒരു പോയിന്റിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ എനിക്ക് ഞാനൊരു കുറച്ചു കാലമായിട്ട് മീൻസ് എന്ത് ഇതാണെങ്കിലും എനിക്ക് അങ്ങനെ ആ ഒരു ഫീലിംഗ് വരാറുണ്ട്. ഈ ഒരു ടിപ്പ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ആ അന്നത്തെ സെഷൻ കേട്ടിട്ട് ഞാൻ ആക്ച്വലി അത് വിട്ടിട്ടില്ല. പിന്നെ ഉസ്താദ് പിന്നെ അതൊരു റിമൈൻഡർ പോലെ എനിക്കത് ഫീൽ ചെയ്തു. ബട്ട് എന്നാലും ഞാൻ പറയാം, ഇറ്റ്സ് എ റിക്വസ്റ്റ് ടു എവ്രി വൺ. അതായത് ഇതൊരു നല്ലൊരു ടിപ്പാണ്, ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ലൈഫിന് കുറച്ചും കൂടി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത്. എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ അല്ലെങ്കിൽ റബ്ബിനെ കാണാൻ പറ്റുക എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ ഭയങ്കര രസകരമായിട്ടായിരിക്കും നമ്മുടെ ലൈഫ് പോകുക. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഖുറാനിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള അള്ളാഹുവിന്റെ വൺനെസ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന, ഖുറാന്റെ 1/3 എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ മഅരിഫ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാകുന്നു. അല്ലാഹു സമദ്. സമദ് മീൻസ് അനാശ്രയനാകുന്നു. അതായത് ആരെയും ആശ്രയിക്കാത്തവനുമാണ് അള്ളാഹു. അതുപോലെ തന്നെ എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനാകുന്നു അള്ളാഹു. ലം യലിദ് വലം യൂലദ്. അവൻ ജനിച്ചിട്ടുമില്ല, അവന് ജനിപ്പിച്ചിട്ടുമില്ല. വലം യക്കുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി തന്നെ ആരും തന്നെ ഇല്ല. അതായത് അള്ളാഹുവിന് തുല്യനായി വേറൊരാളും ഈ പ്രപഞ്ചത്തിലില്ല. സോ ഖുറാനിലെ 1/3 എന്നറിയപ്പെടുന്ന ഈ ഒരു സൂറത്ത്, വളരെ 4 ലൈൻസ് ആണ് ഈ സൂറത്തിലുള്ളത്. ബട്ട് ഖുറാനിന്റെ ഏറ്റവും അടിത്തറ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ 4 ലൈനിലൂടെ വളരെ മനോഹരമായിട്ടാണ് ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോ അതിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ തൗഹീദ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഈ സൂറത്തില് ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഖുറാനിന്റെ അടിത്തറ അല്ലെങ്കിൽ മഅരിഫ എന്നൊക്കെയുള്ള മീനിങ്ങിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സോ നമുക്കറിയാം, നമ്മുടെ ഹിസ്റ്ററി ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്തറിന്റെ നമസ്കാരങ്ങളിലൊക്കെ ഈ സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. സോ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ, അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൂറത്ത് നമ്മൾ ഒരു ദിവസം പോലും ചെല്ലാത്തത് ഉണ്ടാവില്ല. അപ്പൊ എന്റെ വീട്ടിലെ കേസ് ആണെങ്കിൽ ഞാൻ എൻ്റെ മോൾക്ക്, അവള് രാത്രി ഒന്നും ഉറങ്ങുമ്പോ
ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനന്റെ മുമ്പ് അവൾ ഈ പറഞ്ഞ സൂറത്തിൽ ഇഖ്ലാസും ഫലക്കും നാസും ചെല്ലാറുണ്ട്. അതുപോലെ തന്നെ എന്റെ താഴെയുള്ള എന്റെ ചെറിയൊരു മോനുണ്ട്, 4 വയസ്സായ. അപ്പൊ അവനക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോ ഇവള് സ്ഥിരം ഇത് ഓതിയിട്ട് എന്നും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. മീൻസ് അവനക്ക് വയ്യാന്ന് കേൾക്കുമ്പോ ഇവള് ഉടനെ പോയിട്ട് ഈ 3 സൂറത്തും 3 പ്രാവശ്യം ഊതി തടവി ഓതി കൊടുക്കുക. അപ്പൊ അത് ഞാൻ ഇവളുടെ മുമ്പിൽ വെച്ച് അത് ചെയ്തപ്പോ ഇവള് അതെപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോ അവള് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളിൽ വരെ എന്താണ് അതിന്റെ ആ ഒരു റിഫ്ലക്റ്റ് എനിക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ സൂറത്തില് മെയിൻ ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു ഒരുപാട് എന്താ പറയാ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ വൺനെസ് ആണ് സൂറത്തിൽ ഇഖ്ലാസിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന് ഈക്വൽ ആയിട്ട് വേറൊരു ആള് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അള്ളാഹുവിന് വർഗമോ ഇല്ല, ഒരു വംശമില്ല. അവൻ ഏകനാണ് എന്ന് പിന്നെയും പിന്നെയും നമ്മളൊക്കെ അത് റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ഇഖ്ലാസ്. സോ ആക്ച്വലി ഇറ്റ്സ് എ റിമൈൻഡർ ഫോർ മുസ്ലിംസ്. അതെല്ലാം മുസ്ലിംസിനുള്ള ഒരു നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു ഏരിയയാണ് തൗഹീദ് എന്ന് പറയുന്നത്. സോ അതിനുള്ള ഒരു റിമൈൻഡർ ആണ് ആക്ച്വലി സൂറത്തിൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. സോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു പഠനം നല്ലതിനായിട്ട് ഇതാക്കട്ടെ. അതുപോലെ തന്നെ ഈ സൂറത്തിൽ ഇഖ്ലാസ് എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ എന്നും ഓതുന്ന അതിന്റെ ആ ഒരു എന്താ പറയാ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് അതെപ്പോഴും മനസ്സിൽ അതിന്റെ ആ ഒരു ഉണർവോട് കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. ഓക്കെ, മാഷാ അല്ലാ, ജസാക്കല്ലാ ഖൈർ. നന്നായി പ്രസന്റ് ചെയ്തു. അൽഹംദുലില്ലാ. പിന്നെ അൽഹംദുലില്ലാ, നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പരമാവധി നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ഖുർആൻ എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് ഒന്ന് ആസ്വദിക്കാൻ കഴിയുക. ഇൻഷാ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അല്ലമ ബയാൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മൾ ഇന്ന് പഠിക്കുന്ന സൂറത്തുൽ ലഹബാണ്. സൂറത്തുൽ ലഹബിന്റെ മറ്റൊരു പേര് ആർക്കും അറിയാം? ഇനിയോൺ മസദ് സൂറത്തുൽ മസദ് മസദ് മസദ്. ഓക്കെ, സൂറത്തുൽ മസദ്. ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അത്യാവശ്യം ആളുകൾക്ക് ബോധ്യമുണ്ടാകും. ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്കിൾ, നബിയുടെ ഉപ്പയുടെ സഹോദരൻ അബൂലഹബിനെ കുറിച്ചാണ് ഇത് പരാമർശിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അബൂലഹബിന്റെ ചരിത്രം പഠിക്കുക എന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അബൂലഹബ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നബിയുടെ ഉപ്പയുടെ സഹോദരനാണ്. അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് തൊട്ട അയൽവാസിയായി ഒരു മതില് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് താമസിച്ച ആളാണ്. ഈ അബൂലഹബും അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ജമീൽ, അവർ രണ്ടുപേരാണ് ഇതിൽ ഒരു ഫോക്കസായി വരുന്ന രണ്ടാളുകൾ. രണ്ടുപേരും പ്രത്യേകത എന്നുള്ളത്, ഇവർ രണ്ടുപേരും ഖുറൈശികളുടെ പ്രമാണി കുടുംബത്തിലെ വംശപരമായിട്ട് ഉന്നതിയിൽപ്പെട്ട രണ്ടാളുകളാണ്.
നമ്മൾ ചോദിക്കും എന്തിനാണ് അബൂലഹബിനെ ഈ സൂറയിൽ അള്ളാഹു പരാമർശിച്ചത്? വിശുദ്ധ ഖുർആന് അന്ന് മക്കയിൽ ജീവിച്ച ആളുകളിൽ ഒരാളുടെ പേര് മാത്രമാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അത് അബൂലഹബിൻ്റെതാണ്. എന്തായാലും കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൂലഹബിന് അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ കൊടുത്തിരുന്നു. അനുഗ്രഹങ്ങൾ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹബ് എന്ന പേര് തന്നെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു. ഉസ്സ എന്ന് പറയുന്നത് ഒരു വിഗ്രഹത്തിന്റെ പേരാണ്. അപ്പോൾ വിഗ്രഹത്തിന്റെ അടിമ എന്ന അർത്ഥം വരിക. അതുകൊണ്ട് ആ പേര് പൊതുവിൽ യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. ലഹബ് എന്ന് പറയുമ്പോൾ ജ്വാലാമുഖൻ എന്ന് പറഞ്ഞാൽ അബൂലഹബിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അബൂലഹബിന് അള്ളാഹു കുറേ അനുഗ്രഹങ്ങൾ കൊടുത്തു. കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. ഈ സൗന്ദര്യം കൊടുക്കുന്ന ആരാ? അള്ളാഹു ആണല്ലോ. അത് മനുഷ്യന് അതിലൊരു റോളും ഇല്ല. അള്ളാഹു കൊടുക്കുന്നത് മാത്രമാണ്. അള്ളാഹു കൊടുക്കുന്നത് എന്തും മനുഷ്യന് ഏറ്റവും വലിയ, അതായത് അള്ളാഹു നൽകിയത് എന്താണോ അതിൽ അള്ളാഹു ചിലത് ഓരോ മനുഷ്യനും വെച്ചിട്ടുണ്ടാവും. പിന്നെ അള്ളാഹു സമ്പത്ത് കൊടുത്തു, മക്കളെ കൊടുത്തു, അങ്ങനെ പല അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്തു. പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്തത്? അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചു. പിന്നെ അറബികളുടെ സമ്പ്രദായം അനുസരിച്ചിട്ട് പിതൃവ്യ എന്ന് പറയുന്ന ഉപ്പാന്റെ സ്ഥാനത്താ. അബൂലഹബ് സവിശേഷമായിട്ട് തൊട്ടയൽവാസിയാണ്, അങ്ങനെയുള്ള പിതൃവ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അബൂലഹബൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്? നബിയെ നോക്കേണ്ടത്. പക്ഷെ ഇങ്ങനെയുള്ള ഒരാള് പ്രവാചകനെതിരെ തിരിഞ്ഞപ്പോൾ, ദീനെതിരെ തിരിഞ്ഞപ്പോൾ അതിനെ ഖുർആൻ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്യുന്നത്. അത് അത്രമാത്രം മോശമാണ്. ഈ അറബികളുടെ ഒരു കൾച്ചർ ഉണ്ട്. കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ദേശീയതയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ഗോത്രത്തിൽപ്പെട്ട ആള് അയാള് മറ്റു ഗോത്രങ്ങളുമായിട്ടോ എന്തെങ്കിലും പ്രശ്നം എന്തുണ്ടെങ്കിൽ പോലും ഗോത്രത്തിൽപ്പെട്ട ആളുകളെ പ്രൊട്ടക്ട് ചെയ്യണം, എന്ത് വില കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന പ്രവർത്തനം ഇറങ്ങിയപ്പോൾ ഖുറൈശികളെ പലരും എതിർത്തു. പക്ഷേ ഖുറൈശികളിലെ പലരും എതിർത്തെങ്കിലും ഹാഷിം കുടുംബവും മുത്തലിബ് കുടുംബവും നബിയെ സംരക്ഷിച്ചു. ഇത് അറബികൾക്ക് ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ ഗോത്രത്തിന്റെ ബാധ്യതയായിട്ട് അവർ മനസ്സിലാക്കിയത്. പക്ഷേ ഇവിടെയും അബൂലഹബ് മാറി നിന്നിട്ടുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലുണ്ട്. നബിയുടെ ആൺമക്കൾ മരിക്കുന്നുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞപ്പോൾ അത് ആഘോഷിക്കുക, അങ്ങനെ ഉണ്ടല്ലോ. മക്കൾ മരിക്കുമ്പോൾ അത് ആഘോഷിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, നീ ഇപ്പം അടുത്ത് ശ്രദ്ധിച്ച ഒരു സംഗതി, കേരളത്തിലെ എനിക്ക് പരിചയമുള്ള ഒരു നല്ലൊരു ദീനിയായിട്ടുള്ള ഒരാളുടെ ഒരു സിസ്റ്റർ മരിച്ചു. അപ്പൊ ഇങ്ങനെ ആളുകൾ പോസ്റ്റഡ് ആണ്. എന്താ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ആശയത്തോടുള്ള വിരോധം ആ മരണത്തെ ആഘോഷിക്കുന്നതിലേക്ക് മനുഷ്യൻ എത്തിക്കുകയാണ്. ഇത് ഒരു മനുഷ്യനുണ്ടാക്കുന്ന വേദന എത്രയായിരിക്കും? ഇങ്ങനെ ബച്ചറ മുഹമ്മദിന്റെ വേരറ്റ് പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഘോഷിച്ച് നടന്നു അബൂലഹബ്. ഉമ്മു ജമീലും ഈ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെ? തൊട്ട അയൽവാസിയാണല്ലോ. നിസ്കരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക, ഈ സന്ദർഭങ്ങളൊക്കെ ഉപദ്രവിക്കുക, വീട്ടിന്റെ മുമ്പിൽ മുള്ളുകൾ വാരി വിതറുക. ഉമ്മു ജമീൽ പ്രത്യേകിച്ചും മക്കളൊക്കെ ഇറങ്ങി വരുമ്പോൾ കാലിലൊക്കെ മുള്ളു തറക്കുമല്ലോ, പല വേസ്റ്റുകളും വലിച്ചെറിയുക. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എടങ്ങേറാക്കിയ ഒരു പ്രവൃത്തിയാണ് അബൂലഹബ് ഉമ്മു ജമീൽ ചെയ്തത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നോട്ടെ, അതുപോലും ചെയ്തില്ല. പിന്നെ വേറൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അബൂലഹബിന് വേറൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താണെന്നറിയോ നബിയുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത്? നബിയുടെ രണ്ട് പെൺമക്കളെ കേട്ടോ, അബൂലഹബിന്റെ രണ്ട് ആൺമക്കള് ഉത്തുബയും ഉത്തൈബയും കല്യാണം കഴിച്ചിരുന്നു. രണ്ട് പെൺമക്കളെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അബൂലഹബ് നബിയുടെ ജന്നത്തിലൊക്കെ ഭയങ്കര സന്തോഷിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പൊ രണ്ട് പെൺമക്കളെ നബിയുടെ
രണ്ട് പെൺമക്കളെ അബൂലഹബിന് രണ്ട് ആൺമക്കൾ കല്യാണം കഴിക്കുക പറയുമ്പോൾ നിങ്ങൾ ആ ഒരു ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളത്, അല്ലേ? അതിൽ ഭയങ്കര ചില സംഭവങ്ങളുണ്ട്, ഞാൻ സംക്ഷിപ്തമായി പറയാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തുമായിട്ട് ഇറങ്ങിയപ്പോൾ അബൂലഹബ് പറഞ്ഞു ആൺമക്കളോട്, വേഗം എന്ത് ചെയ്യണം, അവരെ ഡിവോഴ്സ് ചെയ്യണം, എനിക്ക് കൂടെ നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധമില്ല, അങ്ങനെ മക്കൾ ഡിവോഴ്സ് ചെയ്യാണ്. അതിൽ ഉത്തൈബ ആണെന്നാ പറയുന്നത്. ഉത്തൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് തുപ്പാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലൊന്നായ ഒരു ജീവി നിങ്ങളെ എന്ത് ചെയ്യട്ടെ, നിങ്ങളെ ഭക്ഷിക്കട്ടെ എന്നർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എന്താ സംഭവിക്കുന്നത്, അബൂലഹബ് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് കേട്ടോ. അബൂലഹബിന് നബീനെ ചെറുപ്പം മുതലേ അറിയാലോ. അപ്പൊ അറിയാം നബിയുടെ ഭാഗത്ത് കുറെ ശരിയൊക്കെ ഉണ്ടെന്ന് അബൂലഹബിന് അറിയാം. പക്ഷെ പലപ്പോഴും ഈഗോ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളെ ശരിയെ അംഗീകരിക്കുന്നത് നമ്മളെ അകറ്റും, അല്ലെ? ശരിയാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മുടെ ഈഗോ സമ്മതിക്കൂല. അങ്ങനെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് അബൂലഹബ് പ്രാർത്ഥന കേട്ടോ അബൂലഹബിന് ആകെ പേടിയായി. എന്താ പേടിയെന്ന് വെച്ചാല് നബിയെ പ്രാർത്ഥിച്ചത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവര് രാത്രിയിൽ മകന് എല്ലാവിധ പ്രൊട്ടക്ഷനും കൊടുക്കാണ്. പക്ഷെ രാത്രി കിടന്നുറങ്ങിയപ്പോ ചരിത്രം പറയുന്നത് ഒരു സിംഹം വന്നിട്ട് ഇവനെ കടിച്ചു കീറി കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു. ആരെ? ഉത്തൈബയെ. ഉത്തുബ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉത്തുബ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ചരിത്രത്തിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് നമുക്ക് പറയാൻ പറ്റാം, സംക്ഷിപ്തമായിട്ട്. പിന്നെ ഇതില് ഞങ്ങൾക്ക് മനസ്സിലാവാനൊരു സംഗതി, ഇതിലൊരു പ്രവചനമുണ്ട്. എന്തെന്നറിയോ? ഇത് ഖുർആൻ ദൈവീകമാണെന്നതിനൊരു തെളിവ് ഈ സൂറ നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ആയത്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം എന്തായിരിക്കും ഖുർആൻ ദൈവീകമാണ് എന്നതിനുള്ള ഈ സൂറ നൽകുന്ന തെളിവ്. ഓക്കെ, ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. أعوذ بالله من الشيطان الرجيم. കഴിയുന്നവർക്ക് അൺമ്യൂട്ട് ചെയ്യാം. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب. تبت يدا أبي لهب وتب ما أغنى عنه ماله ما أغنى عنه ماله وما كسب وما كسب سيصلى نارا ذات لهب سيصلى نارا ذات لهب وامرأته حمالة الحطب وامرأته حمالة الحطب حطب حطب في جيدها في جيدها حبل من مسد. حبل من مسد. ഇതില് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്,
എല്ലാത്തിൻ്റെയും അവസാനത്തിൽ കോമൺ ആയി വരുന്ന എല്ലാ ആയത്തിൻ്റെ അവസാനത്തിൽ വരുന്ന ഒരു നിയമമുണ്ട്. എന്താ? നമ്മൾ ഫലക്ക് പഠിച്ചില്ല. എന്താ നിയമം? അല്ല ഹുറൂഫുൽ ഖൽഖല അല്ലെ, കുത്തുബ് ജദ്സ്. അതാണ് ഇതിന്റെ ഒക്കെ അവസാനത്തിൽ വരുന്നത്. വചബ്, കെസബ്, ലഹബ്, ഹതബ്, മസദ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, നിങ്ങൾ ഈ അറബി മറ്റേ ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം വെച്ചാൽ MTI എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഭാഷ പഠിക്കുമ്പോൾ MTI, മദർ ടങ് ഇൻഫ്ലുവൻസ് വരും അല്ലേ? ഉദാഹരണം, ഞാൻ പിന്നെ കർണാടകയല്ലേ പഠിച്ചത്, പിന്നെ എല്ലാവരും പഠിച്ചത് കർണാടകയല്ല. അപ്പോൾ ഈ അവിടെയുള്ള ആളുകൾ നേഴ്സിന് എന്താ പറയുന്നോ? നർസ് അല്ലേ? നർസ്. പ്രൊണൗൺസ് ചെയ്യും നർസ്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇപ്പങ്ങളെയൊക്കെ ഭയങ്കര കോൺഫിഡൻസിൽ ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഞാൻ അടിപൊളി എന്നൊക്കെ വിചാരിച്ച് പോയിട്ട് എവിടെയോ ഡൽഹിയിലൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കണ്ടാവും. അപ്പോൾ പറയോ മലയാളി അല്ലേ, അറിയോ മല്ലു എന്ന് ചോദിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ മദർ ടങ് ഇൻഫ്ലുവൻസ് വരും. നമ്മളറിയില്ലത്, നമ്മൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവാം. അത് നിങ്ങൾ ഈ ഉറുദുക്കാര് വലല്ലാലീൻ എങ്ങനെ ഓതാ? വേണ്ട, അള്ളാഹു എങ്ങനെ പറയാ? അല്ലാഹു അല്ലേ? വലസാലീൻ എന്നൊക്കെ പറയും. ഈ ഉറുദുവിൽ പാട്ടുകളുണ്ട്, അല്ലാഹുമ്മ ലബ്ബൈക അല്ലാഹുമ്മ അല്ലെ, അല്ലാഹു അല്ലാഹു എന്ന് അവർ പറയാം, അല്ലാഹു. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ മദർ ടങ് ഇൻഫ്ലുവൻസ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലത് ട്യൂട്ടർ മുമ്പിൽ പോയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ സാധാരണ ഓതാ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഇതാണ് കോമൺ. പക്ഷെ ശരിക്കും ഇങ്ങനെ ഓതാ തബ്ബത് അല്ലെ, ഒരു ചെറിയൊരു വൈബ്രേഷൻ ഇങ്ങനെ വരും. തബ്ബത് യദാ, തബ്ബത് എയർ പുറത്തേക്ക് വരും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, വതബ് വതബ് എന്നല്ല, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഒരു ഹിൻസ് മാത്രം പറഞ്ഞാണ്. മദർ ടങ് ഇൻഫ്ലുവൻസ് നമ്മുടെ പ്രൊണൗൺസിയേഷനിൽ ഇപ്പോഴും വരാൻ നല്ല സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ പറഞ്ഞത് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ്. പിന്നെ പൊതുവെ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് 4-ാമത്തെ ആയത്ത്. ചില ആളുകൾ വഅംറഅതുഹു എന്നൊക്കെ ഓതും. ശരിക്കും തോന്നുക വംറഅതുഹു. ശരിക്കും ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ആ വാവിന് ശേഷം അലിഫിന് അതിനെന്താ പറയാ? ഒരു പ്രത്യേക ഹംസയാണത്. എന്താ ഹംസ എന്നറിയോ? ഹംസത്തുൽ വസ്ല്. ഹംസത്തുൽ വസിൽ. ഓക്കെ, മാഷാ അല്ലാഹ്, സെൻസ്. ഹംസത്തുൽ വസിൽ. ഹംസത്തുൽ വസിലിന്റെ പ്രത്യേകത, ഹംസത്തുൽ വസിൽ ഇപ്പൊ വാവില്ലാതെ ആണ് ഓതുന്നതെങ്കിൽ, വാവില്ലാന്ന് വിചാരിക്കുക, എങ്ങനെ ഓതാ? ഇംറഅതുഹു എന്നോതാ. ഇംറഅതുഹു വാവുള്ളത് കൊണ്ട് ആ ഹംസ സൈലന്റ് ആവാ. വംറഅതുഹു. ഇംറഅതുഹു എന്നുള്ളത് വ ഇംറഅതുഹു എന്നല്ല, വംറഅതുഹു. അപ്പൊ ഇതാണ് ഹംസത്തുൽ വസലിന്റെ പ്രത്യേകത. ഹംസത്തുൽ വസലിന്റെ മുമ്പിൽ ഒരക്ഷരം വന്നാൽ ഹംസത്തുൽ വസൽ സൈലന്റ് ആവും. ഇൻഡിപെൻഡന്റ് ആയി വന്നാൽ പ്രൊണൗൺസ് ചെയ്യും. അപ്പോ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ അധ്യായത്തിന് സൂറ മസദ്, തബ്ബത്ത് അല്ലെ തുടങ്ങിയ കുറെ പേരുകളുണ്ട്. ഇത് അവതരിച്ച സാഹചര്യം നോക്കുമ്പോൾ മക്ക കാലഘട്ടത്തിൽ തന്നെയാണ് അവതരിച്ചത്. എപ്പോഴും അവതരിച്ചുള്ളത് ഭയങ്കര കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. മക്കി സൂറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ശുഅറയിലെ 214-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നുണ്ട്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അടുത്ത കുടുംബക്കാർക്ക് എന്ത് ചെയ്യാ? മുന്നറിയിപ്പ് നൽകുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുന്നു? സഫാ മലയുടെ മുകളിൽ കയറാണ്, എല്ലാരും വിളിച്ചു കൂട്ടാണ്. എന്നിട്ട് പറയാണ് അല്ലെ, എന്താ വാ സബാഹ എന്ന് പറയുമ്പോ അതൊരു ആപത്ത്. പ്രഭാതത്തിൽ സൈന്യം, ഈ അറബികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര സ്വസ്ഥതയില്ലാത്ത ജീവിതമാട്ടോ അവർക്ക്.
അപ്പൊ എന്നാൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങിയാൽ ശത്രു സംഘങ്ങൾ ആക്രമിക്കുന്നതായിരിക്കാം. പിന്നെ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളൊക്കെ പിടിച്ചോണ്ടുപോയി, പിന്നെ അത് ഓലെ സ്വത്തായി മാറി. അങ്ങനെ ഉണ്ടല്ലോ, ആളുകൾ പിടിച്ചുകൊണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഓൽക്കായി. ഇങ്ങനെ അസ്വസ്ഥത നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അപ്പൊ ഇങ്ങനെ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വാ സബാഹ എന്ന് വിളിച്ചു പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു. ആളുകളൊക്കെ ഓടി വന്നപ്പോ ചോദിച്ചു, ഈ മലയുടെ പുറകിൽ നിന്നൊരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? അവര് പറഞ്ഞത്, ഞങ്ങൾ എന്തായാലും വിശ്വസിക്കും, താങ്കൾ അല്ല മീനാണല്ലോ. അബൂലഹബ കൂട്ടത്തിലുണ്ട് കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് നിങ്ങളെ താക്കീത് ചെയ്യാൻ വന്ന ദൂതനാണെന്ന് പറയുന്നു. അബൂലഹബ് ഈ അവസരത്തിൽ പറഞ്ഞു, തബ്ബല്ലക അലിഹാദ ജമഅതന, അല്ല ഇതിനാ നിങ്ങൾ വിളിച്ചു കൂട്ടിയത്? നിനക്ക് നാശം, തബ്ബല്ലക് എന്ന് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഈ സൂറ അവതരിച്ചതെന്നൊരു അഭിപ്രായം ഉള്ളത്. പിന്നെ ആർക്കും ഷേബ് അബി താലിബ് എന്താ അറിയോ? ഷേബ് അബി താലിബ് അറിയോ? ഷേബ് അബി താലിബ് എന്ന് വെച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും സ്വഹാബികളും അടുത്ത സ്വഹാബികളൊക്കെ ദീർഘകാലം പട്ടിണി കിടന്നു, 2-3 വർഷം പച്ചില എന്നൊന്ന് ചരിത്രം പറയുന്നു, അല്ലെ? ഫലസ്തീനികൾ ഇങ്ങനെ ഭയങ്കര സ്റ്റാവേഷനിലാണ് നിലവിൽ. അള്ളാഹു അവർക്ക് എളുപ്പം കൊടുക്കട്ടെ. വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ട ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തിനെതിരെ നിന്നാരാണ്? അബൂലഹബ്. ഒരു പിതൃവ്യം കൂടെ ഉണ്ടായിരുന്നു. ആരാണ്? ആരാ? അബു ത്വാലിബ്, അല്ലെ? അബു ത്വാലിബ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നബിയെ ഉപദ്രവിച്ചു. അപ്പൊ ഈ ഘട്ടത്തിലൊക്കെയാണ് ഈ സൂറ അവതരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ആയത്തിലേക്ക് പോകാം. ഓക്കെ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഒരാൾ വായിക്കണേ. ഓക്കെ, അപ്പൊ ഇതില് സൂറത്തുൽ മസദ് അല്ലെങ്കിൽ സൂറത്തുൽ ലഹബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാള് ആർക്ക് അറബി വായിക്കാൻ പറ്റുക? ഒരാൾ അറബി വായിച്ചു, ഒരാൾ ഇംഗ്ലീഷ് വായിച്ചു. تبت يدا أبي لهب وتب. ട്രാൻസ്ലേഷൻ വേറെ ആൾ വായിച്ചോ? ഹലോ, Destroyed were the hands of Abu Lahab, and he lay utterly doomed. തബ്ബത് യദാ അബി ലഹബ്. തബ്ബത്ത് എന്ന് വെച്ചാൽ ഡിസ്ട്രോയിഡ്, നശിച്ചിരിക്കുന്നു. യദാ അബി ലഹബ്, അല്ലെ? ദി ഹാൻഡ്സ് ഓഫ് അബു ലഹബ്. യഥാന്ന് വെച്ചാൽ 2 കൈകൾ. വതബ്, ആൻഡ് അത് നശിച്ചത് തന്നെ. അട്ടർലി ഡൂം എന്ന് വെച്ചാൽ അത് നശിച്ചത് തന്നെ. എന്റെ അള്ളാഹു എന്താ പറയുന്നത്? ما أغنى عنه ماله وما كسب. His wealth did not avail him, nor his acquisitions. മാഗന, അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല. അൻഹു, അവന്. മാഗന, ഉപകാരപ്പെട്ടില്ല. അൻഹു, അദ്ദേഹത്തിന്. മാലുഹു, അദ്ദേഹത്തിന്റെ വെൽത്ത്, അദ്ദേഹത്തിന്റെ സമ്പത്ത്. വമാ കസബ്, അദ്ദേഹം സമ്പാദിച്ചതെല്ലാം അദ്ദേഹത്തിന് ഒട്ടും ഉപകാരപ്പെട്ടില്ല. سيصلى نارا ذات لهب. Surely he will be
cast into a flaming fire. Cast into a flaming fire. ഓക്കെ. സയസ്ല സ്വല യസ്ല വെച്ചാൽ കത്തിയെരിയും, ഉറപ്പായിട്ടും അവൻ കത്തിയെരിയും. നാറൻ തീയിൽ, ദാത ലഹബ് ഫ്ലെയിമിംഗ് ഫയർ, അല്ലെ, ജ്വാലകളുടെ തീയിൽ അവൻ കത്തിയെരിയും എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് മാത്രല്ല പിന്നെ ആരാ? وامرأته حمالة الحطب. Along with his wife, that carrier of slanderous tales. വംറഅതുഹു, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയും, ഹമ്മാലത്തുൽ ഹതബ് വിറക് ചുമക്കുന്ന. ഇവിടെ പറഞ്ഞത് അതിനെ വിശദീകരിക്കാം നമുക്ക്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അടുത്ത് في جيدها حبل من مسد. Upon her neck shall be a rope of palm fiber. ഓക്കെ. അവരുടെ കഴുത്തിൽ എന്തുണ്ട്? ഫിജീദി, അവളുടെ കഴുത്തിലുണ്ട് ഹബല്, കയറ്, മിൻ മസദ്, ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയ ഒരു കയറുണ്ട്. തബ്ബത്ത്, പെരിസ്, നശിക്കട്ടെ, യദാ, ഹാൻഡ്സ്. യദ് എന്ന് വെച്ചാൽ ഒരു കൈ, യദാ എത്ര കൈകളാ? 2 കൈ. 2 കൈകൾ, ഡ്യുവൽ ഫോം അല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇംഗ്ലീഷില് ബഹുവചനം കഴിഞ്ഞാൽ, അല്ല മലയാളത്തിൽ ബഹുവചനം കഴിഞ്ഞാൽ, സോറി, ഏകവചനം കഴിഞ്ഞാൽ ബഹുവചനം, സിംഗുലർ കഴിഞ്ഞാൽ പ്ലൂറൽ. പക്ഷെ അറബിയില് എന്തുണ്ട്? മുഫ്രദ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏതാ? സിംഗുലർ, സിംഗുലർ. ജംഅ പ്ലൂരൽ, പ്ലൂറൽ. മുസന്ന ഡ്യുവൽ. ഡ്യുവൽ ഫോം. ഇങ്ങനെ 3 ഫോമുകൾ അറബിയിലുണ്ട്. അപ്പോ തബ്ബത് യദാ, 2 കൈകൾ നശിച്ചു. അബീ ലഹബ്, അബൂ ലഹബിന്റെ, വതബ്, അവൻ നശിച്ചത് തന്നെ, പെഴ്ഷി. മാ അഗ്ന, അഗ്ന എന്ന് വെച്ചാൽ ഉപകാരപ്പെടുക. മാ അഗ്ന ഉപകാരപ്പെട്ടില്ല. അൻഹു അവന്, മാലുഹു ഹിസ് വെൽത്ത് സമ്പത്ത്, മാല് സമ്പത്ത്, ഹു അവന്റെ സമ്പത്ത്, ഒമാ പിന്നെന്താണ്, കെസബ് അവൻ സമ്പാദിച്ചതൊന്നും, അവന്റെ പൈസ ആവട്ടെ മറ്റൊരു സമ്പാദ്യം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല. സയസ്ല ഹീൽ ബി ബേൺ അവൻ കത്തിയെരിയും, നാറൻ തീയിൽ, ദാത ലഹബ് ജ്വാലകളുടെ തീയിൽ അവൻ കത്തിയെരിയും. വംറഅതുഹു അദ്ദേഹത്തിന്റെ വൈഫും, ഹമ്മാലത്ത് കാരിയർ വഹിക്കുന്ന, അൽ ഹതബ് വിറക് വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയും, ഫീ ജീദിഹ അവളുടെ കഴുത്തിലുണ്ട്, ഹബല് റോപ്പ് കയർ, മിൻ മസദ് ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയ കയറ് അവരുടെ കഴുത്തിലുണ്ട്. ഞാൻ ജസ്റ്റ് സമയം ഉണ്ടോന്ന് അറിയില്ല, പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. എന്ന് വെച്ചാല് നമ്മള് ഖുർആൻ പഠിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകണം. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖുർആനില് സിമ്പിളാണ്. ഈ ഖുർആനിലെ ഇപ്പം ചില വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യസ്ത ഫോമുകൾ, നമ്മൾ പറയുക സർഫ് എന്നൊക്കെ പറയും. സർഫ്, ഞാൻ വെറുതെ ഉദാഹരണം കാണിക്കട്ടോ, അപ്പം നമുക്ക് അതിനുള്ള സമയമില്ല. ഇപ്പം നിങ്ങൾ കണ്ടത്, ഇപ്പോൾ ഒരു വേർഡ് ദഹബ, ആ ഒരു വേർഡിന് എത്ര വേർഡ് ഉണ്ടാകുന്നുണ്ട്? എത്ര ഉണ്ട് ഇതിലെത്ര കാണുന്നത്? 14. 14 അല്ല, 14 ഫോമുകളുണ്ട്. ഇപ്പൊ ഒറ്റ വേർഡ് ഈ ഫോം പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഫോമുകൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ, പിന്നെ ഈ വേർഡ്സ് ഏത് മോഡലൊക്കെ നമുക്ക് നീയും അതിന്റെ ആശയം മനസ്സിലാവും, അല്ലെ? ഓരോന്നിന്റെയും ആശയം നമുക്ക് നീയും മനസ്സിലാവും. അതില് പിന്നെ അല്ലെ ശരണ്ടോ, ഫസ്റ്റ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വർഷം അർത്ഥം പറയാം. ദഹബ അല്ലെ, അവൻ പോയി. ബാക്കി സ്ക്രീൻ നോക്കട്ടെ ഇംഗ്ലീഷ്. ദഹബ അവർ 2 പേര് പോയി, നമ്മളല്ലേ? ഡ്യുവൽ ഫോം അല്ലേ? ഡ്യുവൽ ഫോം. ദഹബൂ അവർ കുറെ പേര് പോയി, പ്ലൂറൽ. ദഹബത്ത് അവൾ പോയി. ദഹബത അവൾ 2 പേര്, ഡ്യുവൽ ഫോം. ദഹബിന അവർ കുറെ പേര് പോയി, സ്ത്രീകൾ കേട്ടോ. ദഹബ്ത നീ പോയി, മെയിൽ. ദഹബ്തുമ നീ പോയി, 2 പേര്. ദഹബ്തും നിങ്ങൾ പോയി, പ്ലൂറൽ. ദഹബ്തി നീ ഒരു സ്ത്രീ പോയി. ദഹബ്തുമ നിങ്ങൾ 2 പേര് പോയി. ദഹബ്തുന്ന നിങ്ങൾ കുറെ പേര് പോയി. ദഹബ്തു ഞാൻ പോയി. ദഹബിന. എനിവേ, അപ്പൊ ഇത്
ഇത്ര അപ്പൊ അറബിയിലുള്ള സിംഗുലർ, ഡ്യുവൽ, പ്ലൂറൽ ഇങ്ങനെ ഫോമുകൾ, അതായത് ഇസ്മുകൾ പറയുമ്പോൾ അതിന് എന്ത് ചെയ്യുന്നു? ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പക്ഷേ ഫിഅലുകളിൽ എന്തുണ്ട്? ഇങ്ങനെ വരുന്നുണ്ട് എന്നതിന് ഇത് കാണിച്ചാണ്. അപ്പോൾ നമ്മൾ പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അബൂലഹബിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് ആയത്തിൽ പറയുന്നത് എന്താ? തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചു. വതബ്, അവൻ നശിച്ചത് തന്നെ, അവൻ നശിച്ചത് തന്നെ. മാ അഗ്ന, അവന് ഉപകാരപ്പെട്ടില്ല. മാലുഹു, അവന്റെ സമ്പത്ത്. വമാ കസബ്, അല്ലെ, അവന്റെ പൈസയും അവൻ സമ്പാദിച്ച ഒരു കാര്യവും അവനെന്തില്ല, ഉപകാരപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചൊരു വാക്ക് അബൂലഹബ് എന്നാ, അല്ലെ, അബൂലഹബ്. നേരത്തെ പറഞ്ഞതുപോലെ വല്ലാതെ അബൂലഹബിന്റെ മുഖം ഇങ്ങനെ ഭയങ്കര ശോഭയും തെളിമയും ഒക്കെ ഉണ്ടായിരുന്നു, അബൂലഹബിന്റെ മുഖം. ഞാൻ ചോദിക്കുന്നത്, ഈ മുഖം ഇതിൽ നമുക്കുണ്ടാവുന്ന അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എന്താണ് ഈ മുഖമൊക്കെ ഇങ്ങനെ അള്ളാഹ് കൊടുത്തിട്ട് ഇങ്ങനെ? ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, ചോദിക്കുന്നത് ശരിയില്ല, പിന്നെ സ്വന്തം മുഖം കണ്ടപ്പോ, അല്ലെ സ്വന്തം ശരീരം അങ്ങനെ ഉണ്ടല്ലോ, അള്ളാഹു എന്താ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് തോന്നിയിട്ടുണ്ടോ? ഉത്തരം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉണ്ടാവൂലേ? കണ്ണാടിയൊക്കെ പണ്ട് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കാൻ നോക്കിയിട്ടുണ്ടോ? എന്ത് പഠിച്ചവന് എനിക്ക് കുറച്ചുകൂടി സൗന്ദര്യം നന്നായിരുന്നു, എത്ര നന്നായിരുന്നേനെ, അല്ലേ? എന്നൊക്കെ തോന്നുമല്ലോ, അല്ലേ? അപ്പോ പിന്നെ ശരിക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ കാണുമ്പോൾ, അബൂലഹബിനെ കുറിച്ച് പറയുമ്പോൾ ജ്വാലാമുഖൻ എന്നാ പറയുന്നത്. നമ്മളെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ രൂപത്തേക്കാള് ഈ രൂപം തന്നവനാരാ? അള്ളാഹു ആണല്ലോ, അല്ലേ? അപ്പൊ റബ്ബ് തരുന്നതൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. ഈ ഖുർആനിൽ അതൊരു വിശ്വാസത്തിന്റെ കൂടി ഭാഗമാട്ടോ, വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം സൃഷ്ടിച്ചെന്നാണ് ഏറ്റവും നല്ല ഘടനയിലാണ്, അല്ലേ? അതുകൊണ്ടാണല്ലോ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് മനുഷ്യന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരു കാര്യത്തിലും പറയാൻ പറ്റില്ല. ഒരു ഓർഗൻസുമായി ബന്ധപ്പെട്ട് അത് ഇന്റേണൽ ആകാം, ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകൾക്ക് ഒന്നും പറയാൻ കഴിയില്ല, അത്രയും പെർഫെക്റ്റ് ആണ്. പക്ഷേ അള്ളാഹു ഒരു പരീക്ഷണം എന്ന നിലക്ക് എന്ത് ചെയ്തു? നമ്മുടെ രൂപങ്ങളിൽ, സൗന്ദര്യങ്ങളിലൊക്കെ വ്യത്യാസം അള്ളാഹു വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാല്, അപ്പൊ നമുക്കുണ്ടാകേണ്ട ബോധ്യം എന്താണോ? ഇത് അള്ളാഹു തന്നതാണ്, അത് നമുക്കുള്ളൊരു പരീക്ഷണമാണ്. ഇത് എൻ്റേതായിട്ടല്ല, എനിക്കതിൽ ഒരു റോളും ഇല്ല, കണ്ടോ? എനിക്കതിൽ ഒരു റോളും ഇല്ല. അതുകൊണ്ട് ഒരു മനുഷ്യനെ അഹങ്കരിക്കാൻ പറ്റുമോ അതിന്റെ പേരിൽ? പറ്റുമോ? ഇല്ല. ഇല്ല. ഇനി കുറഞ്ഞതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ പറ്റുമോ? ഇല്ല. ഈമാൻ കുറവുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ, ഞാൻ തമാശ പറയുന്നല്ലോ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാട്ടിലൊക്കെ ചിലപ്പോൾ കല്യാണമൊക്കെ നടക്കുമ്പേ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ കല്യാണം കഴിഞ്ഞോട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവൻ്റെ കുടുംബക്കാർക്ക് ചോദിക്കുക, അല്ല ചങ്ങായിയെ, നിനക്ക് ലോകത്ത് വേറെ പെണ്ണിനെ കിട്ടിയില്ലേ? അവൻ എന്നോട് പറയാണ്, എത്ര സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ട്, അങ്ങനെ എന്നോട് പറയാട്ടോ. ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ തെറ്റ് മാത്രമല്ല, ഗൗരവതരമായ പാപമാണ്. അവരങ്ങനെ പറയുമ്പോൾ ആ പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കാ ഏറ്റവും ഹേർട്ട് ചെയ്യാ? നിങ്ങൾ പറയാം. ആരെയാണ് അവർ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ അള്ളാഹുവിനെ, അല്ലേ? നിങ്ങൾ ചിത്രം വരച്ചു, ഈ ചിത്രം വരച്ചു, എന്ത് ചെയ്തു? ഗ്രൂപ്പിലിട്ടു. വേണ്ട, നിങ്ങളെ അല്ലേ, ചിത്രം വരച്ച് ഗ്രൂപ്പിലിട്ടു. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? ഇപ്പൊ എല്ലാവരും കൈയടിക്കും. അപ്പാണ് ഒരു കമന്റ്, ഇതെന്താ വരച്ചത്, ഇതിന് ചിത്രം എന്ന് പറയോ? ഇങ്ങനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരു കമന്റ് ഇട്ടു. അപ്പൊ ആ ചിത്രത്തിനെ വേദനിക്കുക, അത് വരച്ച ആൾക്കോ വേദനിക്കുക? വരച്ചാൽ ചോദ്യം ചെയ്യുന്നത് ആ ചിത്രത്തെയാണോ, ചിത്രം വരച്ച ആളുടെ കഴിവിനെയാണോ? വരച്ച ആളുടെ കഴിവിനെ.
അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എല്ലാത്തിലും മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്. ശരിക്കും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര അപരാധമാണ്. അത് അള്ളാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുക അല്ലേ? അല്ലെ, അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യത്തെ ചോദ്യം ചെയ്യാണ്. ഇതുപോലെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു തന്ന ആ അനുഗ്രഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുഖവിലക്ക് എടുക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. വി ഹാവ് ടു ബി ഗ്രേറ്റ്ഫുൾ. അപ്പൊ അബൂലഹബിനെ കുറിച്ച് പറയുന്നത്, അബൂലഹബ് ഇത്രയും അനുഗ്രഹം അള്ളാഹു കൊടുത്തു, തബ്ബത് യദാ അബീ ലഹബ്. പക്ഷെ അതിന് അബൂലഹബ് എന്താ ചെയ്തത്? നന്ദികേട് കാണിച്ചു അല്ലെ? നന്ദികേട് കാണിച്ചു. പിന്നെ വേറൊരു സംഭവം, അബു എന്ന വാക്ക് വരുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനോട് അബു അഹു എന്ന വാക്കുകൾ ചേർത്താല് അദ്ദേഹം ആ വസ്തുവിന്റെ ആളാണെന്ന് പറയും അല്ലെ? അദ്ദേഹം ആ വസ്തുവിന്റെ ആളാണെന്ന് പറയും. ഉദാഹരണം പറഞ്ഞാല് അബു ഹുറൈറ എന്നൊരു സ്വഹാബിയിലെ എന്താ പേര് വരാൻ കാരണം? അദ്ദേഹം പൂച്ചയുടെ ആളായിരുന്നു. അങ്ങനെയല്ലോ, പൂച്ചേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അബൂ ഹുറൈറ എന്ന് തോന്നുന്നു. ഇങ്ങനെ ചേർത്ത് പറയും അബൂ ഹുറൈറ, അങ്ങനെ ഉണ്ടല്ലോ. അതാണ് അബു എന്ന പ്രയോഗത്തിന്റെ മറ്റൊരു ജ്വാലാമുഖൻ, ജ്വാലയുള്ള ആള്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ യഥാർത്ഥത്തില് മനസ്സിലാവുക, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു. ഈ കരങ്ങളുടെ പ്രത്യേകത, ഒരാൾ പറയില്ലേ എന്റെ റൈറ്റ് ഹാൻഡ് ആണ് അവൻ അല്ലെ, എന്റെ റൈറ്റ് ഹാൻഡ് ആണ്, എന്റെ വലം കൈയാണെന്ന് പറയുമ്പോൾ അതായത് ഒരാൾക്കുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കാണ്. അവന്റെ കരങ്ങൾക്ക് നാം ശക്തി പകരും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൈക്ക് ശേഷി കുറവാണ്, അങ്ങനെ ഉണ്ടല്ലോ. നിങ്ങളുടെ പിന്തുണ അവരുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നു പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്താ? കൈക്ക് ഇതുവരെ ശേഷി കുറവായിരുന്നു, നിങ്ങൾ കൂടെ കൂടെ എന്ത് ചെയ്യും? ആ കൈയൊന്ന് ഉഷാറാവും. അങ്ങനെയാണോ? ആണോ? അല്ല. യെസ് ഓർ നോ? അല്ല അല്ല അല്ലെ? അതൊരു പ്രയോഗമാണ്. അതുപോലൊരു പ്രയോഗമാണ് അബൂലഹബിന്റെ ഒരു കരങ്ങൾ നശിച്ചു വെച്ചാൽ അബൂലഹബ് എന്ത് ചെയ്തു? നശിച്ചു എന്നാണ്. വതബ്ബ്, അവൻ നശിച്ചത് തന്നെ. ഇതില് ഞാൻ ചോദിക്കട്ടെ, ഖുറാന്റെ ഒരു മിറാക്കിൾ എന്താ ഉള്ളത്? നിങ്ങൾ പറയാൻ പറ്റും ആർക്കെങ്കിലും? ഖുറാൻ ദൈവികമാണെന്ന്, ഡിവൈനിറ്റി ഓഫ് ഖുറാൻ, അതൊരു ടോപ്പിക്കാണ്. അതിനുള്ള തെളിവെന്താ? ഈ ഡിവൈനിറ്റി ഓഫ് ഖുറാൻ നമ്മൾ പഠിക്കേണ്ട വിഷയമാട്ടോ. കാരണം നമുക്ക് ബോധ്യപ്പെടും, ഖുറാൻ അള്ളാഹു എന്നുള്ളതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു തെളിവെന്താ? തെളിവെന്താ ഇതിലെ വെച്ചാല്, ഒരു ആയത്ത് പോലും ആർക്കും ഇതുവരെ രചിക്കാൻ പറ്റിയിട്ടില്ല. അതെ അതെ, ഖുറാന്റെ ഡിവൈനിറ്റിയുടെ ഒരു പ്രധാന തെളിവാണ്. ഖുറാൻ പോലെ ഒരു ആയത്ത് പോലും ഇതുവരെ ആൾക്ക് രചിക്കാൻ പറ്റിയിട്ടില്ല. ഖുറാന്റെ ഒരു വെല്ലുവിളി ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആയത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അത് സൂറത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു വെല്ലുവിളിയുണ്ട്. ഈ സൂറയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈനിറ്റി തന്നെയാണ്. സൂറയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ, അബൂലഹബ് ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇസ്ലാമിനെ എതിർത്ത് നടന്നു. അങ്ങനെ ഖുർആന് ഇവിടെ വിശേഷിപ്പിച്ചതോ തബ്ബത് യദാ അബീ ലഹബ്. ഈ ആയത്ത് ഇറങ്ങും അബൂലഹബിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അബൂലഹബിന് പൈസ ഒക്കെ ഉണ്ട്, സൗന്ദര്യം ഒക്കെ ഉണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞ എന്താ? അബൂലഹബ് നശിച്ചു, അബൂലഹബിന്റെ കരങ്ങൾ നശിച്ചു. വതബ്ബ, അത് ഉറപ്പായിട്ട് നശിക്കും. അബൂലഹബ് നന്നാവാൻ പോകുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇത് ഇറങ്ങിയതിന് ശേഷം 7 വർഷത്തോലധികം അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ സത്യമല്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനെങ്കിൽ അബൂലഹബിന് എന്ത് പറയായിരുന്നു? ഞാൻ ഇസ്ലാം സ്വീകരിച്ചെന്ന് പറയാമായിരുന്നില്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്ത് അപ്രസക്താവൂലേ? യെസ് ഓർ നോ? യെസ്. പക്ഷേ അതാ പറയുന്നത്. പക്ഷെ അബൂലഹബിന് ഒരിക്കൽ പോലും പറയാൻ തോന്നിയിട്ടില്ല. എങ്ങനെ? ദീനിനോട് ശത്രുത ഉണ്ട്, നബീനെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയാൻ എന്നെ കൊണ്ടാവൂല. എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ പറഞ്ഞത് വതബ്ബന, അബൂലഹബ് നശിച്ചു കഴിഞ്ഞു. പാസ്റ്റില പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും സംഭവിക്കും. പറഞ്ഞത് പാസ്റ്റിലാണ്, പക്ഷെ സംഭവിച്ചത് ഫ്യൂച്ചറിലാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്തായാലും സംഭവിക്കും. പക്ഷെ അബൂലഹബിന് ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ പറയാൻ തോന്നിയിട്ടില്ല, നബിയെ തോൽപ്പിക്കാനെങ്കിലും അല്ലെ? അതാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. എന്നിട്ട് പറയാണ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അവന്റെ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടില്ല, മക്കളും. അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാട്ടോ. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമുക്ക് സമ്പത്തില് ഏറ്റവും പ്രധാനം എന്താണ്?
ബർക്കത്താണ് അല്ലേ? ബർക്കത്ത വർദ്ധാനം. സമ്പത്ത് കുറെ ഉണ്ടായത് കൊണ്ടല്ല, ഉള്ളത് ഉപകാരപ്പെടണല്ലോ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു ഒമാ കെസബ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? മക്കൾ. മക്കള് അല്ലേ? പിന്നെ ഐ ഡോണ്ട് നോ, പിന്നെ മക്കൾ തരുന്നു തരാതിരിക്കുന്നു അള്ളാഹുവാണ്, എനിക്കറിയില്ല. പിന്നെ ആർക്കും മക്കള്, പിന്നെ സന്താന സൗഭാഗ്യം, അതായത് മക്കൾ അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കേണ്ട എന്താ? അള്ളാഹു നൽകിയിട്ടില്ലെങ്കിൽ അതിൽ വലിയൊരു നന്മ അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ അങ്ങനെ തന്നെ കണ്ടത്, അള്ളാഹു ആണ് തരുന്നവനും കൊടുക്കണം. അപ്പൊ നമ്മളല്ല അല്ലേ? എന്നാൽ നമ്മൾ മരിച്ചാലും നമ്മുടെ വീട് ആരും കൊണ്ടുപോകും, നമ്മുടെ വാഹനങ്ങൾ ആരും കൊണ്ടുപോകും അല്ലേ? നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകും. പാവം ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടേതായിട്ട് എന്താ ഉണ്ടാവുക? മക്കൾ മാത്രമായിരിക്കും അല്ലേ? നമ്മുടേതെന്ന് പറയാൻ പറ്റുന്ന പിന്നെ നമ്മുടെ അമല സ്വാലിഹാത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും അബൂലഹബിന് ഉപകാരപ്പെട്ടില്ല, ഒന്നും. അബൂലഹബിനെ കുറിച്ച് പറയുമ്പോൾ അബൂലഹബ് ഈ ബദറില്, ഈ അബൂലഹബ് ഭയങ്കര പിശുക്കനൊക്കെ കേട്ടോ. യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധത്തിന് ആളയച്ചപ്പോഴും കിട്ടാക്കടം വീട്ടാനുള്ള ഇതായിട്ട് കരുതി അങ്ങനെ ഒരാളെ അയക്കുക. നിനക്ക് പൈസ തരാനില്ലേ, നീ ഒരു കാര്യം ചെയ്യാം, എനിക്ക് വേറെ യുദ്ധത്തിന് പോയാൽ മതി. അങ്ങനെ ഉണ്ടല്ലോ. അബൂലഹബ് ഈ ആയത്ത് ഇറങ്ങി ഏകദേശം 7 വർഷത്തോളം, 7 നാള്, പിന്നെ ഓക്കെ, അല്ല, ഈ ആയത്തിൽ കുറെ കാലത്തിന് ശേഷം അബൂലഹബ് മരിക്കുന്നുണ്ട്. കുറെ കാലത്തിന് ശേഷം 7-8 വർഷം എന്നാണ് പറയുന്നത്. അങ്ങനെ ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? ഖുറൈശികൾ പരാജയപ്പെടുകയാണ്, വലിയ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. വാർത്ത മക്കയിലെത്തിയപ്പോൾ അബൂലഹബിന് ഭയങ്കര സങ്കടമായി, വല്ലാത്ത ദുഃഖം. 7 നാളുകളിലധികം അദ്ദേഹം ജീവിച്ചില്ലെന്ന് പറയുന്നത്. ദാരുണമായി അദ്ദേഹം മരണപ്പെട്ടു. ഇത് നമ്മൾ ശരിക്കും ആലോചിക്കണം കേട്ടോ, ശരിക്കും ആലോചിക്കണം. ഇതിന്റെ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. അതായത് ദേഹത്ത് എന്ത് ചെയ്യുന്നു? വൃത്തികെട്ട വ്രണം പൊങ്ങാണ്. അങ്ങനെ വീട്ടുകാരയാൾ ഉപേക്ഷിക്കുകയാണ്. മരിച്ച ശേഷം പോലും ആരും അടുത്ത് നിന്നില്ല. അവസാനം ജീർണിച്ച് നാറാൻ തുടങ്ങിയപ്പോ ഈ അടിമകളെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഒരു കുഴികുത്തി മരത്തണ്ടുകൾ ഉപയോഗിച്ച് മൃതദേഹം എന്ത് ചെയ്തു? അതിലേക്ക് തട്ടിയിടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മക്കള്, നബി എതിർത്ത ആ ദീനിനെ മക്കള് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ മകൾ ദറ മദീനയിലെത്തി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഉത്ബയും മുഅത്തിബും 2 മക്കളാണ്, ഇവർ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് ഒന്നും ഉപകാരപ്പെട്ടില്ല. അതൊരു ഭയങ്കര സംഭവമല്ലേ അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താ? ഇതിലൊരു മെസ്സേജ് എന്ന് വെച്ചാൽ അബൂലഹബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബൂലഹബിന് കുറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് പ്രവാചകൻ, എന്റെ സഹോദര പുത്രനാണ്. അപ്പൊ ദീനിനെ മനസ്സിലാക്കാൻ കൂടുതൽ അവസരങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അല്ലേ? നൽകിയില്ലോ? നൽകി. കൂടുതൽ അവസരങ്ങൾ അള്ളാഹു നൽകി. അദ്ദേഹത്തിന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹം നബിയുടെ പിതൃവ്യനാണല്ലോ. പിന്നെ അദ്ദേഹത്തിന് അള്ളാഹു കുറച്ച് സൗന്ദര്യം കൊടുത്തു, സമ്പത്ത് കൊടുത്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇതിൽ നമുക്കുള്ള മെസ്സേജ് എന്താണോ? നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ഖുറാൻ ക്ലാസ് പോകുന്നുണ്ട്, ഇവിടെ നമ്മൾ എത്തിച്ചവനാരാ? അള്ളാഹു. നമുക്ക് അനുഗ്രഹം തന്നവനാരാ? അള്ളാഹു. അപ്പൊ നമുക്കുള്ള ഫീൽ എന്താണോ? ഓ, ഞാൻ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ് അല്ലെ, ബാക്കിയുള്ളവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അള്ളാഹു അനുഗ്രഹം കൂടുതൽ തന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്ത് ചെയ്യണം? റെസ്പോൺസിബിൾ ആവണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞതുപോലെയുള്ള പരിണിതികൾ മനുഷ്യനുണ്ടാവും. രണ്ടാമത്തെ പറയുന്നത്, ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ബർക്കത്താണ് അല്ലെ? ബർക്കത്ത് പ്രധാനമാണ്. അതില് സമ്പാദ്യം കുറെ ഉണ്ടാവലല്ല, ഉള്ള സമ്പാദ്യത്തിൽ എന്തുണ്ടാവലാണ്? ബറക്ക ഉണ്ടാവലാണ്. ഈ ബറക്ക മനസ്സിലാവില്ല കേട്ടോ ആളുകൾക്ക്. ഇപ്പൊ ഞാൻ ഇന്നലെ ഞാനിവിടെ കോഴിക്കോട് മിംസ് പള്ളിയിലെ, മിംസ് ഹോസ്പിറ്റലിലെ അതിന് മുമ്പിലെ പള്ളിയിലെ ഖുത്ബ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഖുത്ബ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം നമ്മളെ ദർസെ ഖുറാനിലുണ്ട്,
അപ്പൊ ഇങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ മൂപ്പര് വന്നു പറഞ്ഞു, പിന്നെ ഇവരുടെ സഹോദരൻ അവിടെ ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ, പിന്നെ ഇവർക്ക് കിഡ്നി പ്രശ്നമാണ്, ഹാർട്ട് പ്രശ്നമാണ്, ഫുൾ പ്രശ്നം. അള്ളാഹു നൽകിയ അവയവങ്ങളാണല്ലോ, ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്ക് വില മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഈ രണ്ട് പ്രശ്നം ഉള്ളത് കൊണ്ടൊന്ന് സ്റ്റേബിൾ ആക്കണം. അതിന് ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു ഇഞ്ചക്ഷൻ എത്രയാണ്? 2.5 ലക്ഷം. 10 എണ്ണത്തിലധികം ചെയ്തു. 10-30 ലക്ഷം റുപ്യയുടെ ഇഞ്ചക്ഷൻ ഓൾറെഡി ചെയ്തു, ഇഞ്ചക്ഷൻ മാത്രം കേട്ടോ. പക്ഷേ റിസൾട്ട് ഒന്നും ആയിട്ടില്ല. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മന്തിന്റെ എൻഡിൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ജോലിയുള്ളവരാണെങ്കിൽ ഒരു എമൗണ്ട് മാത്രം നമ്മൾ കാണാം. അതിനേക്കാൾ അള്ളാഹു നമുക്ക് കേൾക്കുന്ന ബറക്ക അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം. അപ്പൊ അള്ളാഹു പറയാണ്, മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, സമ്പാദ്യം അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല, അദ്ദേഹം ഉണ്ടാക്കിയൊന്നും. പിന്നെ പറയുന്നതാ, സയസ്ലാ നാറൻ ദാത ലഹബ്, അദ്ദേഹം ജ്വാലകളുള്ള തീയിൽ എന്ത് ചെയ്യുന്നു, അവൻ കത്തിയെരിയും. സയസ്ലാ നാറൻ ദാത ലഹബ്, ജ്വാലകളുള്ള തീയിൽ എന്ത് ചെയ്യുന്നു, അവൻ കത്തിയെരിയും. അല്ലെ, ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അള്ളാഹു ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഗതി അബൂലഹബിന് ഉണ്ടായിരുന്നു. കാരണം അബൂലഹബിനോട് ആളുകൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂലഹബ് ചോദിക്കുന്നുണ്ട്, അല്ല മുഹമ്മദേ, നിന്റെ ദീനിന്റെ കൂടെ എനിക്ക് എന്താ കിട്ടുക? നമ്മളിപ്പോ അങ്ങനെ നോക്കാം, എനിക്ക് എന്താ കിട്ടുക? അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അബൂലഹബ് പറയുന്നൊരു കാര്യമുണ്ട്, തബ്ബൽ ലിഹാദ ദീൻ, ഈ ദീനിന്റെ നാശം കേട്ടോ. എന്താ ഈ നാശത്തിന്റെ പ്രത്യേകത? അതായത് ഈ പട്ടിണിപ്പാവങ്ങളെ ആളുകൾ എന്നെ ഒരുപോലെ കാണുന്ന ദീൻ നശിക്കട്ടെ എന്നാര് പറയാണ്? അബൂലഹബ്. അവിടെ എന്താ വർക്ക് ചെയ്തത്? എന്താ വർക്ക് ചെയ്തേ? എന്താ? ഈഗോ അല്ലെ, ഈഗോ വർക്ക് ചെയ്തു, അഹങ്കാരം. അപ്പൊ ഇത് വലിയൊരു പ്രശ്നമാണ്. ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആകുന്നതിന് പകരം അള്ളാഹു നൽകിയതിൽ അഹങ്കരിക്കുക. ഈ അഹങ്കാരത്തെ കുറിച്ച് പറയുന്നത് എന്താണോ? അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഈ സൂറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏതോ ഒരാളുടെ കഥ പറയുന്നതിനേക്കാൾ നമുക്ക് കുറെ ലെസൺസ് ഉണ്ട്. അതായത് അഹങ്കാരത്തിന്റെ കണിക മനസ്സുള്ള ഒരാൾ സ്വർഗത്ത് പ്രവേശിക്കോ? ഇല്ല. ഇല്ല. നിങ്ങൾക്ക് തോന്നാണത്, അങ്ങനെ ഞാൻ തമാശ പറയുന്നല്ല കേട്ടോ, കണ്ണാടി മുമ്പ് പോയി നിൽക്കുമ്പോൾ തോന്നാണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നു അള്ളാഹു നൽകിയ ഏതോ ഒരു അനുഗ്രഹം, നിങ്ങളുടെ മക്കളാവാം, സമ്പത്താകാം, സൗന്ദര്യമാകാം, എന്തോ ആകാം, ഇതിന് പേര് നിങ്ങൾക്ക് തോന്നാം ഞാൻ ഭയങ്കര സംഭവമാട്ടോ, അല്ലേ, ഞാൻ ഭയങ്കര സംഭവമാട്ടോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചിന്തിക്കാൻ പറയാം, അള്ളാഹു തന്നാണെന്നുള്ളത്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചില ഫാമിലിപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിൽ ഉണ്ടാവും, ഒരാൾ ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കും, ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും. ഒരാളോ പോലെ എത്ര ശ്രമിച്ചാലും അങ്ങനെ ഉണ്ടാവില്ലേ, എത്ര കഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ക്ലാസ്മേറ്റ്സ് ചില ആളുകൾ ഉണ്ടാവും, എന്ത് ഒരു ഫുൾ ടൈം കളിയും ചിരിയും അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതായിരിക്കും. രക്ഷിതാക്കൾ പറയും, ഇപ്പൊ പിന്നെ എൻ്റെ ഇങ്ങനെ 2 സിബ്ലിങ്സ് ഉണ്ട്, ഒന്ന് 2 സിസ്റ്റേഴ്സ്. അപ്പോൾ ഒരാളൊന്നും പഠിക്കുമല്ലോ വീട്ടില്, പ്രത്യേകിച്ചും പഠിക്കൂല. പക്ഷെ ആള് എപ്പോഴും പിന്നെ ക്ലാസ്സിൽ അല്ല കോളേജിൽ തന്നെ ടോപ്പറാ. ഈ വർഷം എക്സാം വന്നപ്പോഴും അവൾ ടോപ്പറാണ്. അപ്പോൾ വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാല് അവൾക്ക് ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കും കേട്ടോ, കുഴപ്പമില്ല, അതായത് മെയിൻ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം മാർക്ക് കിട്ടും. പക്ഷെ പിന്നെ എനിക്ക് വേറെ ട്വിൻസ് ഉണ്ട്, 2 ബ്രദേഴ്സ്. ആ ട്വിൻസും അങ്ങനെ തന്നെയാ. ഒരാളിങ്ങനെ കളിച്ച് നടക്കും, ഫുൾ കളിയാ, പക്ഷെ നല്ല മാർക്ക് ഉണ്ടാവും, മറ്റവൻ കഷ്ടപ്പെട്ട് പഠിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാറില്ല അങ്ങനെ ചില, നിങ്ങൾക്ക് നിരീക്ഷിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള ബോധ്യം മറന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണോ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാ. ലാ യദ്ഖുൽ ജന്ന, ഒരാൾ സ്വർഗത്ത് പ്രവേശിക്കൂല, മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബർ, അതായത് കിബറിന്റെ ഒരു കണിക മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല, സ്വർഗത്ത് പ്രവേശിക്കൂല. ഒരു കണിക ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു കണിക മനസ്സിലുണ്ടെങ്കിൽ സ്വർഗം കാണൂല എന്നാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഒരു മെസ്സേജ് ആണ്, അതായത് ഇതൊരു പ്രയോഗം കേട്ടോ ഖുറാന്റെ. ഈ ദാത്ത ലഹബ് എന്ന് വെച്ചാല്
അബൂലഹബ് അഹങ്കരിച്ചത് അവന്റെ ജ്വാലാമുഖൻ അല്ലെ, ആ സൗന്ദര്യത്തിലൊക്കെയാണ് അഹങ്കരിച്ചത് അള്ളാഹു നൽകിയതില്. നാളെ പരലോകത്ത് ലഹബ് ആ ജ്വാലകളുള്ള തീയിൽ അവൻ എന്ത് ചെയ്യും? കത്തിയിരിക്കും. നിങ്ങള് ഈ ഖുർആന്റെ ഒരു പ്രത്യേകത എന്താണോ? ഖുർആന്റെ ഭാഷ ഭയങ്കര രസാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? ഈ ഖുർആൻ പറയുന്ന രീതി എന്നുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഖുർആന്റെ ഭാഷ ഒരു ഒരു പ്രത്യേക സൗന്ദര്യം ഉള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രയോഗം എന്താ? അബൂലഹബിനെ ലഹബുള്ള തീയിൽ എന്ത് ചെയ്യും? അള്ളാഹു കത്തിയിരിക്കും. സൂറത്തു സുമറിൽ അള്ളാഹുവിന്റെ ഒരു ആയത്തുണ്ട്, അഫമൻ യത്തഖി ബിവജ്ഹിഹി മിൻ സൂഇൽ അദാബി യൗമൽ ഖിയാമ. നിങ്ങളുടെ ചില ആളുകള് മുഖത്തിന് പ്രയോറിറ്റി കൊടുക്കും അല്ലെ, പുറമോടിക്ക് പ്രയോറിറ്റി കൊടുക്കും, ഉള്ളിൽ അതിനെ കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കൂല അല്ലെ. ഉള്ളിലുള്ളതിന് പല രോഗങ്ങളും അസുഖങ്ങളും വന്നു പിടിപെട്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ ഹൃദയത്തിന്. ഞാൻ അടുത്ത ആയത്ത് പറയുമ്പോൾ ഞാൻ വിശദീകരിക്കാം. പല അസുഖ രോഗവും പിടിപെട്ടിട്ടുണ്ടാവും ഉള്ളിൽ കേട്ടോ. അതാരും ശ്രദ്ധിക്കൂല, അത് മൈൻഡ് ചെയ്യൂല, അതറിയാൻ ശ്രമിക്കുകയില്ല. പുറത്തെന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെ, ഒരു ദിവസം ഇനി കാണാം മുഖത്തൊരു പാട്, അല്ലാ ഭയങ്കര ടെൻഷനായിരിക്കും അല്ലെ. അല്ലെങ്കിൽ അതിനുകൊണ്ട് എന്ത് സാക്രിഫൈസ് ചെയ്യും. നിങ്ങള് ഈ ഫേസ് വാഷ് ഞാൻ ഒരിക്കൽ ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഈ നമ്മൾ കല്യാണ സമയത്തൊക്കെ എല്ലാവരും പണ്ട് നമ്മൾ ചെയ്യും, ഫേസ് വാഷ് ഒക്കെ ചെയ്യും. ഏത് അപ്പൊ ഇങ്ങനെ ഈ ചെറിയ നിബൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ എന്താണ് നമ്മളെ മുഖത്തുള്ള ചെറിയ ഇതുണ്ടാവൂലേ, ചെറിയ സംഗതികളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കും. ആരും ചെയ്യണ അറിയില്ല, ഭയങ്കര പെയിനാക്കും, കരഞ്ഞു മനുഷ്യൻ. അപ്പൊ എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കിയാൽ മതി, ഈ ചില എന്താണ് രോമങ്ങൾ ഇങ്ങനെ പറിച്ചെടുക്കും അല്ലെ, ഭയങ്കര പെയിൻ ആയിരിക്കും. പക്ഷെ ആ പെയിൻ മനുഷ്യന്മാർ സഹിക്കും അല്ലെ. അതായത് തൻ്റെ ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരം സംഗതികൾ മനുഷ്യൻ സഹിക്കും, എത്ര സഹിക്കും. പക്ഷെ തൻ്റെ ഖൽബിനെ എന്ത് ചെയ്യും? മനുഷ്യൻ മറക്കും അല്ലെ. അല്ലാഹു പറയാണ്, അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളില് അവൻ തഖ്വ പുലർത്തും. എന്തിനാന്നോ? തൻ്റെ മുഖം നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ. കാരണം ദുനിയാവില് അവന്റെ ഫോക്കസ് എന്തിലായിരുന്നു? അവന്റെ മുഖം പുറമോടിയിലായിരുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കാണ്. എന്നിട്ട് അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യം എന്താണോ? ഏതൊരു അങ്ങനെ അങ്ങനെ പറയുന്നൊരു പ്രയോഗം ഉണ്ട് കേട്ടോ, ഏതൊരു പുരുഷന്റെയും എന്താ പറയാ, അങ്ങനെ ഈ കാലത്ത് ഇങ്ങനെ ചില പ്രയോഗങ്ങൾ പറയാൻ ഭയങ്കര ഇതായിരിക്കും. അങ്ങനെ എന്താ പറയാ, ഏതൊരു പുരുഷന്റെയും എന്താ പറയാ, വിജയത്തിന് അങ്ങനെ അങ്ങനെന്താ പറയല്ലോ, വിജയത്തിന് മുന്നിൽ വിജയത്തിന്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടാവും. അങ്ങനൊക്കെ പറയാറുണ്ട് അതെ. പിന്നെ എനിവേ ഇപ്പൊ നേരെ തിരിച്ചും പറയാറുണ്ട്. അപ്പൊ ഇതിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ വംറഅതുഹു, അദ്ദേഹത്തിന്റെ ഭാര്യ. ഇംറാത്ത് എന്ന പ്രയോഗം അതിന് ചില അർത്ഥങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. ഇംറാത്ത് എന്തുകൊണ്ടാണ് പ്രയോഗിച്ചത് നിങ്ങൾ വേണേൽ പഠിച്ചു നോക്കാം, നമുക്ക് വേണേൽ വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് ഖുർആൻ ഇംറാത്ത് പറഞ്ഞത് അല്ലെ? ഇംറാത്ത് ഫിർഔൻ, ഇംറാത്ത് അബൂ ലഹബ് എന്നൊക്കെ ഖുർആന്റെ ചില പ്രയോഗങ്ങളുടെ കാരണം എന്താന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ഇംറാത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒംറാത്തുഹു, ഇംറാത്തിന്റെ പ്ലൂറൽ എന്താ അറിയോ നമുക്ക്? അത് സാധാരണ പ്ലൂറലായിട്ട് ബന്ധം ഉണ്ടാവില്ല. അത് ഏത് നിസ അല്ലെ? നിസാ എന്നാണ് അല്ലെ, നിസാ ആണ് നിസാന്റെ സിംഗുലർ. അപ്പൊ ഇംറാത്ത് നിസാ കേട്ടോ. അപ്പൊ ഒംറാത്തുഹു, അദ്ദേഹത്തിന്റെ ഭാര്യയും ഹമ്മാലത്തുൽ ഹത്തബ് എന്നാണ്. ഈ ഭാര്യയുടെ പ്രത്യേകത എന്ന് വെച്ചാല് അവൾ വിറക് ചുമട്ടുകാരിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് അവളുടെ പണി വിറക് ചുമക്കുക എന്നല്ല, മറിച്ച് എന്താണ്, അതായത് അവള് ഏഷണിയും പരദൂഷണവുമായിട്ട് എന്ത് ചെയ്യുന്നു? അവള് നടക്കും. അത്തരം ആളുകൾക്കെതിരെ, അത്തരം ആളുകളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണെന്ത്? ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറയുന്നത്. ഏഷണിക്കാർ. ഈ ഏഷണി എന്ന് പറഞ്ഞാൽ എന്താ? ഏഷണി എന്താ? നുണ പറയും. ആള് മറ്റേ ആളെ പറ്റി പറയാ, അയാളുടെ അഭാവത്തില്. ഉള്ളതോ ഇല്ലാത്തതോ? ഇല്ലാത്തത് പറയാം. ഇല്ലാത്തത് ഇല്ലാത്ത പറയാം. ഉള്ള പറയുന്നത് എന്താ? പരദോഷം.
പരദൂഷണം അല്ലെ. വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. എന്താ അല്ലേ ഉമ്മു ജമീല് ഇങ്ങനെ ഏഷണി പറഞ്ഞ് നടക്കുന്നു അല്ലെ. ഇങ്ങനെ മനുഷ്യനാകാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലെ. ഞാൻ ചെറിയൊരു സംഭവം പറയാം. ഓക്കെ, എന്താ സംഭവം എന്നോ, ഇതിൽ നമ്മളിവിടെ നിൽക്കുന്നുള്ളത് നമ്മളിങ്ങനെ ഉമ്മു ജമീലിനെ കുറിച്ച് പറയാം, നമ്മളിങ്ങനെ സായുജടി അല്ലെ. ഉമ്മു ജമീൽ എന്താ അല്ലേ, എന്നൊക്കെ കണ്ട് പഠിക്കണം എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെയല്ല. നമ്മള് പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കട്ടെ, ഉമ്മു ജമീൽ ഭയങ്കര പ്രശ്നവും ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ചിലപ്പോൾ തോന്നിപ്പിക്കും. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഒരു യാത്ര പോവാണ്. ഇത് നിങ്ങൾ ഈ സംഭവങ്ങൾ മനസ്സിൽ ഇങ്ങനെ കൊത്തി വെച്ചേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ഉമർ റളിയല്ലാഹു യാത്ര പോവാണ്. രാത്രി അവർ ഒരു മലഞ്ചെരിവിൽ തങ്ങി. നിങ്ങൾ അറബിയിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ ആടുജീവിതത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ. അങ്ങനെ രാവിലെ എണീറ്റു. കൂടെ ഒരു സേവൻ ഉണ്ട് കേട്ടോ, ഒരു സേവൻ ഉണ്ട്. അപ്പോ എണീറ്റപ്പോ ഈ സേവന്റ് ഉറങ്ങാം. അദ്ദേഹം പറഞ്ഞു ഇത് എന്തൊരു ഉറക്കാണ് അല്ലെ, എന്തൊരു ഉറക്കാണ്. അപ്പോ പിന്നെ ആര് പറഞ്ഞു, ഇവരിലൊരാൾ പറഞ്ഞു കേട്ടോ. സിമ്പിൾ അല്ലേ, വീട്ടിൽ പറയുമല്ലോ എന്തുറക്കാണ്, സമയത്ത് എണീക്കണ്ടേ, മക്കളെ കുറിച്ച് പറയും, അങ്ങനെ പല കുറിച്ചും പറയുമല്ലോ, സിമ്പിൾ. കുറച്ച് കഴിഞ്ഞ ഇവര് എണീറ്റു ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ബാക്കിയുള്ളവർക്ക് ആദ്യം കൊടുക്കും, അതാണ് വിശ്വാസികളുടെ ക്വാളിറ്റി. ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്, എന്താ ഇന്ന് ഭക്ഷണം തരാത്തത് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഓൾറെഡി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ അവശിഷ്ടം ഞങ്ങളുടെ പല്ലുകളിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് ക്ലിക്കായല്ലോ, നമുക്ക് ക്ലിക്കായപ്പോൾ അവർക്ക് വേഗം ക്ലിക്കാവും. ഈ ചിലപ്പോൾ നമ്മളെന്താ വെച്ചാൽ ന്യായീകരിക്കും, ഞാൻ എന്താ ചെയ്തത് എന്നല്ല ചോദിച്ചത്, അവർക്ക് അറിയാൻ തുടങ്ങി. ഈ അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു പ്രത്യേകത, ഉമർ റളിയല്ലാഹു ഭയങ്കര ധീരനാട്ടോ. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ മുമ്പിലോ പഞ്ചപാവായിരിക്കും, കരയും, കരയാൻ തുടങ്ങി. അങ്ങനെ അവര് ചോദിച്ചു എന്താ തെറ്റിയത്, നേരത്തെ പാവത്തെ കുറിച്ച് പറഞ്ഞില്ല, അവനെന്തൊരു ഉറക്കക്കാരനാ, അങ്ങനെ ഉണ്ടാവൂലേ. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഒരാൾ പറയാന്നിരിക്കുക, അവർക്ക് എന്താ അതിന് പ്രശ്നം, നിങ്ങളെ കുറിച്ച് ഒരാൾ പറയാന്നിരിക്കുക, നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലോ പോയിട്ട് നിങ്ങളെ ഹസ്ബൻഡ് പറയണത്, ഉദാഹരണം പറയാട്ടോ, ഇവള് ഭയങ്കര കൂർക്കം വലിയാട്ടോ, എന്ന് പറഞ്ഞു വിചാരിക്കാം. ഇഷ്ടാവോ? അൺസഹിക്കബിൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇഷ്ടാവോ? ഇഷ്ടാവൂല്ലോ? ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ചിലപ്പോ അതോടെ എന്ത് ചെയ്യും അല്ലെ, അതോടെ പിന്നെ പറയാനുള്ള പൂതി ഉണ്ടാവില്ല അല്ലെ. ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ. അതായത് നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കാര്യം പറഞ്ഞപ്പോ അത് ഇത്രയും വലിയ പാപാവുന്നു അല്ലെ. ഇത് ഉള്ളത് പറയുന്നതാണ് പരദൂഷണം. സ്വാഭാവികം, ഉള്ളത് പറയുന്നതാണ് പരദൂഷണം. ഇല്ലാത്തത് പറയലും എന്താ മാറും, അതിനേക്കാൾ ഗൗരവമാകും അല്ലെ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ പാപങ്ങൾ എത്ര ഉണ്ടാവും അല്ലെ, എത്ര ഉണ്ടാവും. അങ്ങനെ ഒരാളുടെ കുറ്റം അന്വേഷിക്കാനും പറഞ്ഞു നടക്കാനും അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ട് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് അല്ലെ, നിങ്ങളല്ലേ പാപഭാരം ചുമക്കുക എന്നുള്ള പ്രയോഗം മലയാളത്തിലല്ലേ അല്ലെ. ഇതുപോലെ പാപഭാരങ്ങൾ ചുമക്കുമായിരുന്നു ഇമ്രാത്ത്. അബൂലഹബിന്റെ ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്താൻ പോകുമ്പോൾ പുറകെ അബൂലഹബ് ഉണ്ടാവും. എന്നിട്ട് പറയാൻ മനുഷ്യനെ കേൾക്കാതെ ഞാൻ ഓൻ്റെ ഉപ്പാന്റെ ബ്രദറാ, അങ്ങനല്ലോ, ഇവന് പിരാന്ത, അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും. ഉമ്മു ജമീലിന് ഇതുപോലുള്ള പണികളാണ്. എൻ്റെ അവസാനം പറയാണ് ഫി ജീദിഹ ഹബ്ലും മിൻ മസദ്, അവളുടെ കഴുത്തിൽ എന്താണ് ഈന്തപ്പന നാരുകൊണ്ടുണ്ടാക്കിയ കയറുണ്ട്. അതായത് ഉമ്മു ജമീലിന്റെ കഴുത്തിൽ മാലയുണ്ട്, നോക്കണേ കേട്ടോ, സ്വർണ്ണുണ്ട് അല്ലെ, സ്വർണ്ണം ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇതെന്തിനു വേണ്ടി ഉമ്മു ജമീൽ പറയുന്നത്, എന്റെ സ്വർണം വിറ്റെങ്കിലും ഞാൻ അള്ളാന്റെ, അതായത് മുഹമ്മദിനെതിരെ ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കും അല്ലെ. അങ്ങനെ അള്ളാഹു പറയാണ് അവരുടെ സമ്പാദ്യം അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഇതെന്തായി മാറും, നാളെ പരലോകത്ത് അവൾക്ക് അവളുടെ നരകത്തിൽ അല്ലെ, നരകത്തിൽ കിട്ടുന്ന ശിക്ഷയായിട്ട് എന്ത് ചെയ്യുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവരെ കുറിച്ച് പറയാണ് അല്ലെ. കഴുത്തില് കയറുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വിറക് ശേഖരിക്കാൻ മിനക്കെട്ട ഉമ്മു ജമീൽ എന്ത് കിട്ടും, നരകത്തിലും ഇതേ അനുഭവമായിരിക്കും അല്ലെ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ മെസ്സേജ് എന്താണോ, അള്ളാഹു നൽകിയതാണ് സ്വർണം അല്ലെ, അതെന്തിനുപകരിക്കണം, അള്ളാഹിന്റെ മാർഗത്തിൽ ഉപയോഗിക്കണം.
അല്ലേ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കഴിയണം എന്തും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് നമുക്ക് വിനയായി മാറും. വിനയായി മാറൂലേ? ഇപ്പൊ സക്കാത്തൊന്നും കൊടുക്കാതെ സ്വർണ്ണമൊക്കെ കൊണ്ടുവച്ച് എന്താ സംഭവിക്കുക? നാളെ പരലോകത്ത് ഖുർആൻ പറയുന്നുണ്ട്, ഈ സ്വർണം ചുട്ടു പഴുപ്പിക്കും, അല്ലേ? ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും. എന്ത്? മുഖത്തും പുറത്തൊക്കെ എന്ത് ചെയ്യും? പൊള്ളിക്കും. നന്മയിൽ ചെലവഴിച്ചവർക്കോ അത് അള്ളാഹുവിന്റെ അടുക്കൽ മാ അഗ്നാന്നല്ല, അത് അവർക്ക് ഉപകാരമായിട്ട് മാറും. നമ്മുടെ സമയമായി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സോറി. ഇൻഷാല്ലാ ഞാൻ പറയുന്നത്, ഇതൊരു അബൂലഹബിന്റെയും ഭാര്യയുടെയും ചരിത്രം പഠിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അനവധി പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു ടാസ്ക് ഞാൻ തരാം. എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് അള്ളാഹു തന്ന ബ്ലെസ്സിങ്സുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അല്ലേ? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പൊ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. വൈൻ തഅദ്ദു നിഅമത അല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നൽകിയ നിഅമത്ത് ഓർത്താൽ ഒരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ആ അനുഗ്രഹങ്ങളും ഓർക്കുക, അതൊരു അമാനത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അത് നാളെ പരലോകത്ത് എനിക്ക് ഉപകരിക്കോ ഇല്ലോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ അള്ളാഹുവിനോട് കൂടുതൽ നന്ദിയുള്ളവരെ മാറാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു മരണ വാർത്ത പറയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് പി.കെ. ജമാൽ സാഹിബ്. അദ്ദേഹം, എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അദ്ദേഹം, അല്ല, മരണ വാർത്ത കേട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ പിന്നെ നല്ലൊരു സ്കോളറാണ്, പിന്നെ നല്ലൊരു റോൾ മോഡലായ മനുഷ്യരാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എൻ്റെ അനുഭവം. 2 ദിവസം മുമ്പ് പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു സംഭവം ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ഓഡിയോ ഒന്ന് മെസ്സേജ് ഇട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഡെയിലി അദ്ദേഹം രാവിലെ, അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയും, അദ്ദേഹം വലിയൊരു പണ്ഡിതനൊക്കെ ആണെങ്കിലും രാവിലെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹത്തെ ജോഗിങ്ങിന് പോകുന്ന കാണാം, മോർണിംഗ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇന്നലെ നിക്കാഹ് ഖുതുബ നടത്തിയിട്ടുണ്ട്, അല്ലെ? ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, മറ്റേ കാസർഗോഡ് ഖുതുബ നിർവഹിച്ച് ഇവിടെ മടങ്ങി എത്തിയിട്ടുണ്ട്. പെരുമ്പില അൻസാറിലൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. പിന്നെ ഇൻഷാ അല്ലാ നമ്മള് ഈ പണ്ഡിതന്മാരുടെ മരണം ഭയങ്കര നഷ്ടമാണ് സമൂഹത്തിന്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒറ്റ സംഗതി എന്താ വെച്ചാല്, ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ. ആ, സാർ പറഞ്ഞില്ലേ മറ്റേ അബൂലഹബിന്റെ ആ, രണ്ടാൺമക്കള് നബിന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ, അപ്പൊ അത് നബിന്റെ മക്കളെ ആ, കല്യാണം കഴിക്കാൻ, അപ്പൊ നബി അന്നേരം ഇസ്ലാമല്ലായിരുന്നു. അപ്പൊ ഇസ്ലാമിലുള്ള നബിയുടെ മക്കളെ എങ്ങനെ അബൂലഹബ് എന്റെ മക്കളെ കൊണ്ട് അബൂലഹബ് കല്യാണം അല്ലെ, കഴിപ്പിച്ചു? ഇസ്ലാം അല്ല, നുബുവത്തിന് മുമ്പാണ്, പ്രവാചനാകുന്നതിന് മുമ്പാണ് സംഭവിക്കുന്നത്. പ്രവാചന ആകുന്നതിന് മുമ്പാണ് ഈ സംഭവം. ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അബൂലഹബ് ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞു. ഇസ്ലാമിന് മുമ്പാണ് സംഭവം. അപ്പൊ നുബുവത്ത് നബി കല്യാണം കഴിച്ചത് 40 വയസ്സ്. നബി കല്യാണം 25 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഓക്കെ. 25 വയസ്സിലാ. ആ. ആ. പിന്നെ അന്നത്തെ കോണ്ടക്സ്റ്റിൽ ഏർലി മാരേജ് ഉണ്ടല്ലോ, അല്ലെ? അന്നത്തെ കോണ്ടക്സ്റ്റ് പ്രധാനമാണല്ലോ, അല്ലെ? ഏർലി മാരേജ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉമ്മാമ്മമാരൊക്കെ എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ചേ? അങ്ങനല്ലോ, ഒരു 3 തലമുറ മുമ്പ് എത്ര? 9ഉം 10ഒക്കെ ഇല്ല, അല്ലേ? ആ ഏ ആ അതെ, അപ്പൊ 14. 14 ഉണ്ട്, അല്ല 10ഒക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് മുമ്പോട്ട് പോയി, അല്ലേ? 9 ഉണ്ട്. ആ 9 ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാല് ആ കോണ്ടക്സ്റ്റിലുള്ള ആളുകൾക്ക്, അന്നത്തെ കോണ്ടക്സ്റ്റ് ജീവിക്കുന്നവർക്ക്, ആ അവളെ കല്യാണം കഴിഞ്ഞു, എത്രാം ക്ലാസ്സിലാ? 8ാം ക്ലാസ്സിൽ. അങ്ങനല്ല, 8ാം ക്ലാസ് പഠിക്കുമ്പോ. അപ്പൊ എന്താണ്, ആർക്കും ഒരു ആശ്ചര്യം ഉണ്ടാവൂല, അല്ലേ? ഇന്നിപ്പോ ഡിഗ്രി കല്യാണം കഴിഞ്ഞാൽ തന്നെ ആള് ചോദിക്കുന്നത് ഇത്ര നേരത്തെ വേണോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? ഞാൻ പറഞ്ഞ കോണ്ടക്സ്റ്റ് വളരെ പ്രധാനമാണ്. അള്ളാഹു നബിന് ഞാൻ പറയാൻ കാരണം വെച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിക്കുമ്പോഴും
നമ്മളെ കോണ്ടെക്സ്റ്റ് പഠിക്കൽ വളരെ പ്രധാനമാണെന്ന് പറഞ്ഞാൽ വൈൻഡപ്പ് അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഒരു ടാസ്ക് എടുക്കണേ. നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എന്താന്നുള്ളത് എന്ത് ചെയ്യാം, പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കാം. അങ്ങനെ ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹിൻസായിട്ട് എഴുതിയാൽ മതി. എൻ്റെ പ്രൊഫഷൻ, അതേപോലെ എൻ്റെ മക്കള്, എൻ്റെ ഇണ, അല്ലെങ്കിൽ എൻ്റെ ജോബ്, അങ്ങനെ അങ്ങനെ സിമ്പിൾ നിങ്ങളൊന്ന് എഴുതി നോക്ക്. അങ്ങനെ തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ, അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കും. ഭയങ്കര സന്തോഷമായിരിക്കും ജീവിതത്തിൽ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കൂടുതൽ പടച്ചവന്റെ മാർഗത്തിൽ സേവനങ്ങൾ അർപ്പിക്കാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. സുവിശേഷം പറയുന്നത് എല്ലാവരോടും പറയാട്ടോ, മനസ്സുരുകി പ്രാർത്ഥിക്കണം ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട്. വല്ലാത്ത സിറ്റുവേഷനാണ്. നമ്മളിങ്ങനെ കംഫേർട്ട് സോണിൽ ജീവിച്ചു പോയിട്ട് ഒരു ദുആ പോലും ഇല്ലെങ്കിൽ വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഒന്ന് നമ്മളെല്ലാവരും ഓർക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ ഡൽഹിയിൽ സംഭവിച്ച എന്താ, റോഹിംഗ്യ മുസ്ലിംസിന് എന്താ ചെയ്തത്? അവരെ കടലിൽ ഇറക്കി വിട്ടു അല്ലെ. അവരാരാ? ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യരാണ്. അവർ മനുഷ്യരാണ്, നമ്മളെ പോലുള്ള മനുഷ്യരാണ്. നിങ്ങളെ കുടുംബത്തിൽ ജനിക്കണമെന്ന് ആരാ തീരുമാനിച്ചത്? നമ്മള്. അള്ളാഹു മാത്രല്ലേ അല്ലേ. അതുകൊണ്ട് അത്തരം സംഗതികള് ഇപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇടക്കൊന്ന്, ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ഒരിക്കലും അവിടെ റോഹിംഗ്യ ക്യാമ്പിൽ പോയിരുന്നു. ഇടക്കൊക്കെ ഇങ്ങനെ വിസിറ്റ് ഒക്കെ ചെയ്യുക, എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പടച്ചവൻ ഈ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങൾ ഖുർആൻ പഠിക്കാൻ ഒരുമിച്ച് കൂടിയത് ഏറ്റവും നന്നായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, മരിക്കുമ്പോൾ ഏത് നിമിഷവും മരിക്കും എന്നുള്ള ബോധ്യമുണ്ട്. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ മരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പിന്നെ